നമുക്കറിയാം, മാറി മാറി വരുന്ന സർക്കാരുകൾ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പെൻഷൻ വിതരണത്തിൽ ചിലപ്പോഴൊക്കെ മുടക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് കുടിശ്ശിക കൊടുത്ത് തീർക്കുന്നു, അതിന് ഉത്സവ സമയങ്ങളും മറ്റും ഉപയോഗിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. അങ്ങനെ ഒരു വസ്തുതയെ പൊലിപ്പിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് അവതരിപ്പിച്ച് അത് കൈക്കൂലിയാക്കി അവതരിപ്പിച്ചത് വലിയ ഡാമേജ് അല്ലേ UDF-നെ സംബന്ധിച്ച് ഇപ്പോൾ നിലമ്പൂരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇന്നവിടെ പെൻഷൻ ഉപഭോക്താക്കളുടെ കൺവെൻഷനിൽ ദുർബലരുടെ മുഖത്ത് തുപ്പുന്നു നിങ്ങൾ എന്ന് വരെ ആരോപണം ഉന്നയിക്കുകയാണ്. ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങൾ ഇത് ആശ്വാസമായി കണ്ട് ഇത് സ്വീകരിക്കുന്ന, മാസം തോറും ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങൾ കേൾക്കുകയും കാണുകയുമാണ്. രേണുക പറഞ്ഞതിൽ തന്നെ കാര്യമുണ്ട്. രേണുക പറഞ്ഞത് ഒരു വസ്തുതയെ പൊലിപ്പിച്ച് അവതരിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ പറഞ്ഞത് വസ്തുതയാണ് എന്ന് രേണുകയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, മാധ്യമ പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, കേരളത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളോടൊക്കെ 2 രൂപ പെട്രോളിന് സെസ് വാങ്ങിയത് ഈ പെൻഷൻ മുടങ്ങാതെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ്. സെസ് വാങ്ങാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായി. പക്ഷേ പെൻഷൻ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുന്നു. 5 മാസം വരുമ്പോൾ 1 മാസം കൊടുക്കുന്നു, 6 മാസം വരുമ്പോൾ 2 മാസം കൊടുക്കുന്നു. ഇത് മുടങ്ങലാണ്. ഈ മുടങ്ങലിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇന്ന് കേരളത്തിനകത്തുള്ള മറ്റു സമരങ്ങൾക്കൊക്കെ നമ്മൾക്കറിയാം, നമ്മുടെ ആശാവർക്കർമാരുടെ സമരം, നിത്യേന അവർക്ക് 700 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞു, വാഗ്ദാനമാണ്. പെൻഷന്റെ കാര്യത്തിൽ വാഗ്ദാനമാണ്, 2500 രൂപ ആക്കാമെന്ന്. ഈ 9 വർഷം കൊണ്ട് പെൻഷൻ വർദ്ധിപ്പിച്ചോ എന്നുള്ളതാണ് ചോദ്യം. UDF സർക്കാർ 300-ൽ നിന്ന് 1200 രൂപയിലേക്ക് ആവറേജ് എത്തിയപ്പോൾ ഒരു തവണ അതിനെ ഏകീകരിച്ച് 1000 ആക്കി, പിന്നീട് അത് ഘട്ടം ഘട്ടമായി 1600 ആക്കിയിട്ടാണ് നിർത്തുന്നത്. എത്ര ശതമാനം വർധനവുണ്ടായിട്ടുണ്ട്? ബാക്കി എല്ലാ കാര്യത്തിലും വർധനവുണ്ടായ സമയത്ത് സാമൂഹ്യ പെൻഷന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് വർധനവില്ല? നേരത്തെ പറഞ്ഞ 2-3 പെൻഷൻ പലപ്പോഴും കിട്ടിയിരുന്ന ആളുകൾക്ക് അതെല്ലാം ഏകീകരിച്ച് നേരത്തെ അവരുടെ അംശാദായം കിട്ടുന്ന അവരുടെ പെൻഷൻ പോലും നിർത്തിയ സാഹചര്യത്തിൽ ഏക പെൻഷനിലേക്ക് പോകുമ്പോൾ കാലത്തിനനുസരിച്ച് വർധനവുണ്ടായിട്ടുണ്ടോ? വർധനവുണ്ടായിട്ടില്ല. പിന്നെ ഏത് കാലവും പറയുന്ന ഒരു 18 മാസം, അതിന്റെ കണക്ക് പറയുമ്പോൾ നമുക്ക് പറയാം എപ്പോഴാണ് 18. നിയമസഭയിൽ തന്നെ പലവട്ടം ഇന്ന് നിലമ്പൂരിലെ 18 മാസത്തെ കുടിശ്ശികയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ നിജേഷ് അരവിന്ദ്, താങ്കൾ ഇവിടെ പറഞ്ഞുവല്ലോ കുടിശ്ശികയുടെ കാര്യം. എൻ്റെ അറിവിൽ ഇപ്പോൾ 2 ഗഡു കുടിശ്ശികയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 1 ഗഡു കൂടി ഉടനെ നൽകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നും അറിയുന്നു. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. 1 ഗഡുവോ 2 ഗഡുവോ എന്നുള്ള ഒരു സംഖ്യയെ പെരുപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന് അവതരിപ്പിക്കുകയായിരുന്നു. അതിൽ ആ പ്രയോഗിച്ച വാക്ക് എന്നത് ഈ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം വരുന്ന കുടുംബങ്ങളെ അവഹേളിക്കുന്ന തരത്തിലായിപ്പോയി. അതിൽ മാപ്പില്ല എന്ന് ഉറച്ചു നിന്നുകൊണ്ട് അതിൽ നിന്നാൽ അതിന്റെ ഡാമേജ് നിങ്ങൾക്കല്ലേ? ഇതൊരു പെരുപ്പിച്ച് കാട്ടലല്ലേ? അത്രമാത്രം കുടിശ്ശിക നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കെതിരെ ആരോപിക്കുന്ന 18 മാസത്തെ കുടിശ്ശിക എന്ന നിലയിൽ, അല്ലെങ്കിൽ അത്രയും അധികം മാസത്തെ, ഒരു 6 മാസത്തെയെങ്കിലും കുടിശ്ശിക ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിൽ അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് പെരുപ്പിച്ച് കാട്ടലല്ലേ? തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് കാണിച്ച, പെരുപ്പിച്ച് കാണിച്ച കണക്ക് നിങ്ങൾക്ക് തന്നെ വിനയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. നമുക്കെടുത്ത് പരിശോധിക്കാം. നിങ്ങൾ പറഞ്ഞ 5 മാസവും 6 മാസവും കുടിശ്ശിക നിത്യ സംഭവമായിരുന്നു. ഓരോ ഘട്ടത്തിൽ വരുമ്പോൾ 1 ഗഡു 2 ഗഡു കൊടുത്തു. നിങ്ങളൊന്ന് പറ, രേണുകയുടെ കണക്ക് വെച്ചുകൊണ്ട് പറ, പൂർണ്ണമായി പെൻഷൻ കൊടുത്ത ഒരു കാലഘട്ടത്തെ പറ്റി, കുടിശ്ശികയില്ലാതെ പെൻഷൻ കൊടുത്ത ഒരു കാലഘട്ടത്തെ പറ്റി പറ. നേരത്തെ ഉണ്ടായ ഒരു എങ്ങനെയാണ് ഈ സർക്കാരിന് തുടർ ഭരണം കിട്ടുന്നത്? ശ്രീ നിജേഷ് അരവിന്ദ്, നമുക്കൊക്കെ ലോകമാകമാനം എങ്ങനെ കോവിഡ് എന്ന മഹാമാരിയെ നേരിടും എന്ന് പതറി നിന്ന ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കരുതലും സ്നേഹവുമായി നിന്നതാണ് ഈ സർക്കാർ. ആ കരുതലിന്റെ ഒരു രൂപം ഈ പെൻഷനായിരുന്നു. ക്ഷേമ പെൻഷൻ കൃത്യമായി ആ കാലങ്ങളിൽ കിട്ടിയിരുന്നില്ലേ? അതിലൂടെ തന്നെയല്ലേ തുടർച്ചയുണ്ടാകുന്നതും. അതിന് ഒരു പെൻഷൻ വിതരണത്തിന് ചിട്ടയും ക്രമവും കൊണ്ടുവന്നു എന്നത് ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നല്ലേ? അല്ല, അവിടെ ഒരു മെഗാഫോണായി സംസാരിക്കുന്ന സമയത്ത്, ഇതേ കാലത്ത്, കോവിഡിന്റെ കാലത്ത് അധികാരത്തിലേറിയ സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് 2500 രൂപയാക്കുമെന്നാണ്. ഭരണത്തിന്റെ അവസാന കാലഘട്ടമായപ്പോൾ അതാക്കിയോ? ഏതായാലും നിങ്ങൾ പറയുമ്പോൾ അതിനെ ന്യായീകരിച്ച് സംസാരിക്കുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുന്ന ആളിൽ നിന്ന് 2 രൂപ സെസ്, നിങ്ങളൊന്ന് പരിശോധിക്കേ. ഒരു പെട്രോൾ പമ്പിനകത്ത് ഒരു ദിവസം കിട്ടുന്ന വരുമാനം എത്രയുണ്ടാകും? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള
10,000-കണക്കിന് പെട്രോൾ പമ്പുകളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ലിറ്റർ പെട്രോൾ ഒരു ദിവസം അടിക്കുമ്പോൾ 2 രൂപ വെച്ച് അതിലേക്ക് സെസ്സായി പെൻഷൻ കൊടുക്കാനുള്ള സെസ്സായി പോകുമ്പോൾ അത് പൂർത്തീകരിക്കണ്ടേ, സമയബന്ധിതമായി കൊടുക്കണ്ടേ? എങ്ങനെ 5 മാസവും 6 മാസവും കുടിശ്ശിക ഉണ്ടാവുന്നു എന്ന ചോദ്യം ചോദിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് വല്ലപ്പോഴും ഒക്കെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ കുറ്റവും ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കേണ്ട ഇതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ പെൻഷൻകാരെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെന്റ് ഭാഗത്തുണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷം കൊണ്ട് 300 രൂപയിൽ നിന്ന് 1200 രൂപ ആക്കിയിട്ടുണ്ട് എങ്കിൽ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആക്കിയിട്ടുണ്ട് എങ്കിൽ, ഈ ഗവൺമെന്റ് അതിന് നാമമാത്രമായ വർധനവ് മാത്രമാണ് വരുത്തിയിട്ടുള്ളത് എന്ന് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവർക്കും ഇപ്പോ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് പണമുണ്ട്, അദ്ദേഹത്തിന്റെ വീട് മോടി പിടിപ്പിക്കാൻ പണമുണ്ട്, കുളം കുഴിക്കാൻ പണമുണ്ട്, മറ്റെല്ലാ കാര്യങ്ങൾക്കും പണമുണ്ട്, പെൻഷൻ നമ്മുടെ PSC മെമ്പർമാർക്ക് ശമ്പളം കൂട്ടാൻ പണമുണ്ട്, നവ കേരള യാത്ര നടത്താൻ പണമുണ്ട്, ഇപ്പോഴത്തെ 4ാം വാർഷികം ആഘോഷിക്കാൻ പണമുണ്ട്, അങ്ങനെ എല്ലാത്തിനും കേരളീയത്തിന് പണമുണ്ട്. ഇതിനൊക്കെ പണമുള്ള സമയത്ത് പെൻഷൻകാരുടെ കുടിശ്ശിക കൊടുക്കാൻ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കേരളത്തിലെ സാധാരണക്കാരോട് പിരിച്ചെടുക്കുന്ന പൈസ പോലും കൊടുക്കാത്തത് എന്ത് എന്നൊരാൾ ചോദിച്ചാൽ അതിന്റെ കുറ്റക്കാർ ഞങ്ങളാവില്ലല്ലോ. ഞങ്ങൾ ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കൊടുക്കാത്തത് എന്ത് എന്ന ഒരു സാമാന്യമായ ചോദ്യം, അല്ലെങ്കിൽ ദാ നോക്കൂ 2 ഗഡു കുടിശ്ശികയുണ്ട്, അത് എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഈ വിവാദങ്ങൾ ഉണ്ടാകില്ല. അങ്ങനെയല്ല ചോദിച്ചത്. ഇലക്ഷൻ കണ്ട് കൈക്കൂലി കൊടുക്കുന്നു. അപ്പോൾ ഈ തുക വാങ്ങി സർക്കാരിന്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ ആരോപിക്കുകയാണ്. അങ്ങനെ അവരെ ആരോപണം ഉയർത്തുകയാണ്. ഇത് സർക്കാർ കോടതിയിൽ ഇത് ഒരു എല്ലാവർക്കും കൊടുക്കുന്ന ഈ പെൻഷനെ കുറിച്ച് സർക്കാർ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അത് ഔദാര്യമെന്ന് ധ്വനിപ്പിക്കുന്ന സൂചനകൾ ഉണ്ടായപ്പോൾ പോലും, അല്ലെങ്കിൽ അങ്ങനെ കരുതാവുന്ന സൂചനകൾ ഉണ്ടായപ്പോൾ അതിനെതിരെ എന്ത് വികാരം ഈ പെൻഷൻ വാങ്ങുന്ന അതിന്റെ ഉപഭോക്താക്കളിൽ ഉണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ്. നിങ്ങൾ അതിന്റെ ഗുണം അനുഭവിച്ചവരാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അത് നേടാൻ ശ്രമിച്ചവരാണ്. അപ്പോൾ അങ്ങനെ ഒരു വികാരം ഉണ്ടെന്നിരിക്കെ ഈ 2 ഗഡു കുടിശ്ശിക എന്നതിനെ പൊലിപ്പിച്ച് കാട്ടി അവരെ കൈക്കൂലി വാങ്ങി സർക്കാർ ഇംഗിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാക്കിയതിൽ ഒരു പാളിച്ചയുണ്ട്. അത് അംഗീകരിച്ച് മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇല്ലാത്ത കാര്യത്തിന് നിങ്ങൾ പൊലിപ്പിച്ചു കാണിച്ച് പ്രഷർ ഉണ്ടാക്കിക്കൊണ്ട് മാപ്പ് പറയിപ്പിക്കാമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തലോ നേട്ടമോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ വെള്ളം വാങ്ങി വെക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ പറഞ്ഞത് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നത് മുതൽ ഇന്ന് വരെ 6 മാസവും 5 മാസവും കുടിശ്ശികയുണ്ട്. പല വഴിക്ക് പണം ഉണ്ടാക്കിയിട്ടുണ്ട്. പെൻഷൻകാർക്ക് മാത്രം കൊടുക്കുന്നില്ല, ബാക്കിയുള്ളവർക്കൊക്കെ വാരി കോരി കൊടുക്കുന്നുണ്ട്. വീട്ടിനകത്ത് നീന്തൽക്കുളം കുഴിക്കാനും ആല കെട്ടാനും പശുവിനെ ഇവിടെ അംഗനവാടി ഇപ്പോൾ 18 മാസത്തെ കുറിച്ചുള്ള ചർച്ചയാണല്ലോ, 18 മാസം കുടിശ്ശിക വരുത്തിയതിനെ കുറിച്ച് നടക്കുന്ന ചർച്ചയാണല്ലോ ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഈ പാനലിലെ CPM പ്രതിനിധി PM ആഷോയാണ്. ആഷോ എത്താത്തത് കൊണ്ടാണ് എനിക്ക് താങ്കളോട് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. 18 മാസത്തെ കുടിശ്ശിക എന്നതാണല്ലോ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ആരോപണം. അത് മാക്സിമം നിലമ്പൂരിൽ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇടത് കേന്ദ്രങ്ങൾ. ഇല്ലെങ്കിൽ ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. ഞാൻ മാഡത്തിലേക്ക് വരാം. ദയവായി തുടരുക. ശ്രീ നിജേഷ് അരവിന്ദ്, 18 മാസത്തെ കുടിശ്ശിക ഇല്ല എന്ന് പറയുന്നു VD സതീശൻ, വെല്ലുവിളിക്കുന്നു തെളിയിക്കാൻ. 18 മാസം ഇല്ല എന്നിരിക്കട്ടെ, എങ്കിലും കുടിശ്ശിക എന്നത് ഒരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അത് സ്ഥാനമൊഴിയുന്ന ഒരു സർക്കാർ വരുത്തിവെച്ച കുടിശ്ശികയാണല്ലോ. അപ്പോൾ അത്രയും കുടിശ്ശിക വരുത്തിയ ഒരു മുന്നണിയുടെ പ്രതിനിധികൾ ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശികയെ ഈ നിലയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവതരിപ്പിക്കാൻ പോയി എന്നത് തന്നെയാണ് അതിലെ തെറ്റ്. അല്ല, രേണുക പറയുന്നതിനകത്ത് തന്നെയാണ് പ്രശ്നം. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഒരു വസ്തുതയെ പെരുപ്പിച്ചു കാണിക്കുന്നു. ഇപ്പൊ രണ്ടാമതായിട്ട് നിങ്ങൾ പറഞ്ഞു ഈ കുടിശ്ശിക എന്താ പറയുക, ഇപ്പൊ ഒരു വാക്കുപയോഗിച്ചു, കുടിശ്ശിക ഉണ്ട് എങ്കിൽ. ഞങ്ങൾ പറയുന്നത് ആ കാലഘട്ടത്തിൽ 18 മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്ന് അന്ന് അത് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ 18 മാസക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമസഭയ്ക്കകത്ത് അവതരിപ്പിച്ച ചോദ്യങ്ങളോ ഉത്തരങ്ങളോ അടിയന്തര പ്രമേയമോ ഉണ്ടെങ്കിൽ പറയട്ടെ. ഇനി അതല്ല, പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഏകദേശം നമ്മുടെ കണക്ക് വെച്ചാൽ ഒരു 5000-ലധികം കോടി രൂപയുണ്ടാവും. ഏത് കണക്ക് വെച്ചിട്ടാണ് 5000 കോടി രൂപയുടെ
കണക്ക് കൊടുത്തത്. ഈ ഗവൺമെന്റ് വന്ന കാലത്തെ ആദ്യത്തെ ഗവൺമെന്റിന്റെ വൈറ്റ് പേപ്പറിനകത്ത് ഇങ്ങനെ ഒരു കുടിശ്ശിക ഉള്ളതായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതാണ് വസ്തുത. ആ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നതൊരു വസ്തുത തന്നെയാണ്. അതിന് നിയമസഭയിലെ ചോദ്യോത്തരങ്ങൾ, അതിന്റെ രേഖകൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നതൊരു വസ്തുതയാണ്. സഭാരേഖകളായി തെളിവുകളായി നമുക്ക് മുന്നിലുണ്ട്. അല്ല, തെളിവുകളായിട്ട് ഞങ്ങൾ ആ തെളിവ് കാണിക്കാനാ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട് രേണുകയ്ക്ക് കാണിക്കാം. ആരെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നല്ല, ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് രേണുകയ്ക്ക് തെളിയിക്കാം. ഈ ഗവൺമെന്റ് വന്ന അന്ന് 2016 വന്ന സമയത്ത് ആ മാസം 18 മാസത്തെ കുടിശ്ശികയ്ക്ക് വേണ്ടി 5000 കോടി രൂപ ഏത് അക്കൗണ്ടിലൂടെയാണ് ചെലവഴിച്ചത്? ആ 18 മാസക്കാലം അന്നത്തെ പ്രതിപക്ഷ MLA-മാർ ഈ പെൻഷന് വേണ്ടി ആവശ്യപ്പെട്ട അടിയന്തര പ്രമേയങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇത് കൊടുത്ത മറുപടിയിൽ പറയുന്നുണ്ട്, സ്ഥാനം ഒഴിയാനിരിക്കുമ്പോൾ MK മുനീർ P ശ്രീരാമകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടിയായി പറയുന്ന കാര്യത്തിൽ എത്രയാണ് കുടിശ്ശിക എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് 1397 കോടി രൂപ കുടിശ്ശികയായി നൽകാനുണ്ട് എന്നതാണ് MK മുനീർ നൽകുന്ന മറുപടി P ശ്രീരാമകൃഷ്ണന്റെ ചോദ്യത്തിന്. അതിനുശേഷം M സ്വരാജിന്റെ ചോദ്യത്തിന് മറുപടിയായി ഡോക്ടർ TM തോമസ് ഐസക് അത് 26/4/2017 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 371 നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്, കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട്. കുടിശ്ശിക ഇനത്തിൽ 1389.58 കോടി രൂപ നൽകിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ പറയാം. ആ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾക്ക് വലതുഭാഗത്ത് എഴുതിയിട്ടുണ്ട് 2014 നവംബർ മാസം മുതൽ 2015 ജനുവരി മാസം വരെയുള്ളത് കുടിശ്ശികയുണ്ട് എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അത് എവിടെയാണ് 18 മാസമാകുന്നത്? നിങ്ങൾ പറഞ്ഞ തോമസ് ഐസക് നിലമ്പൂരിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് കൊടുത്ത മറുപടിക്കകത്ത് എവിടെയാണ് 18 മാസമുള്ളത്? 18 മാസം എന്നത് ഞാൻ പറഞ്ഞതല്ല, കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിന് എത്ര രൂപ തുക ചെലവാക്കിയിട്ടുണ്ട് എന്നതും പറഞ്ഞു. അത് ചെറിയ കുടിശ്ശികയല്ല, ഇപ്പോഴത്തെ 2 ഗഡു പോലെയുള്ള ഒരു കുടിശ്ശികയല്ല എന്നത് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. 18 മാസം എന്നത് എന്റെ കണക്കല്ല. 18 മാസത്തിന് തെളിവുകൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ന്യൂസ് 18ന്റെ വാർത്താ അവതാരിക ഞാൻ 18 മാസം എന്ന് പറഞ്ഞിട്ടില്ല. 18 മാസം എന്നതാണ് അവർ ആരോപിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കുടിശ്ശിക വരുത്തിയല്ലോ, ഇത്രയധികം കുടിശ്ശിക വരുത്തിയവർ എന്തുകൊണ്ട് 2 ഗഡു കുടിശ്ശികയാകുമ്പോൾ അതിനെ പൊളിപ്പിച്ചു കാട്ടുന്നു എന്നത് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയാത്തത് എന്റെ തലയിൽ കെട്ടിവെക്കേണ്ട ശ്രീ വിജയ് ശരവിൻ. ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. 18 മാസം എന്നത് നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന ആരോപണമാണ്. അതിന്റെ തെളിവുകൾ എന്ന നിലയിൽ തോമസ് ഐസക്കും ഇടത് കേന്ദ്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ തെളിവുകൾ നിരത്തുന്നുണ്ട്. ഞാൻ 18 മാസം വോട്ട് ചെയ്തല്ല ചോദിച്ചത് താങ്കളോട്. ഞാൻ ചോദിച്ചത് കുടിശ്ശിക ഇതിൽ കൂടുതൽ വരുത്തിയവർക്ക് ഈ കുടിശ്ശിക ചൂണ്ടിക്കാട്ടി കുറ്റപ്പെടുത്താനുള്ള അവകാശമുണ്ടോ എന്നത് മാത്രമാണ് ഞാൻ ചോദിച്ചത്. അല്ല, ആ കുടിശ്ശിക ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ കുടിശ്ശിക ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ആ കുടിശ്ശിക ഉണ്ട് എങ്കിൽ അത് രേണുകയ്ക്ക് കുടിശ്ശികയെ വരുത്താതെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങിയതെന്നാണോ താങ്കൾ പറയുന്നത്? അല്ലെ, ആ കാലഘട്ടത്തിലെ കുടിശ്ശികയെ പറ്റി പിന്നീട് വന്ന തോമസ് ഐസക്കിന്റെ ഗവൺമെന്റിന്റെ വൈറ്റ് പേപ്പറിനകത്ത് എവിടെയാണ് പരാമർശിച്ചത്? നിങ്ങൾ ഞാൻ തോമസ് ഐസക് സഭയിൽ കൊടുത്ത മറുപടിയാണ് താങ്കൾക്ക് വായിച്ചു തന്നത്. എത്ര കുടിശ്ശികയുണ്ട് എന്നത് പറഞ്ഞത് താങ്കളും അത് കോട്ട് ചെയ്തു. 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യാതെ ഉണ്ട് എന്നതും ആ കുടിശ്ശിക കൊടുത്തു തീർക്കാനായി 1389 കോടി നൽകിയിട്ടുണ്ട് എന്നതും. ഡയറക്ട് ബെനിഫിഷ്യറി കൊടുക്കുന്ന ട്രാൻസാക്ഷൻ കൊടുക്കുന്ന സമയത്ത് അതിന്റെ സാങ്കേതിക പ്രശ്നം കൊണ്ട് എന്നുകൂടി എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശോധിക്കേ. അതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നതൊരു വസ്തുതയാണ് ശ്രീ നിജേഷ് അരവിന്ദ്. എല്ലാ കുടിശ്ശികയും ഈ സാങ്കേതിക പിഴവ് കൊണ്ടുണ്ടായതുമല്ല. എല്ലാ കുടിശ്ശികയും സാങ്കേതിക പിഴവ് കൊണ്ടുണ്ടായതല്ല. എല്ലാ കുടിശ്ശികയും സാങ്കേതിക പിഴവ് കൊണ്ടല്ല. സാങ്കേതിക പിഴവും ഇതിന് കാരണമായി എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഇനി താങ്കളിലേക്ക് വരാം.